ആലപ്പുഴ മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലേക്ക് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട ഓംബുഡ്സ്മാൻ ഉത്തരവിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി പഞ്ചായത്ത് അധികൃതരും ജീവനക്കാരും. മുൻകാല പരിചയമുള്ള ജീവനക്കാരെ പിരിച്ചുവിടുന്നത് വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് പഞ്ചായത്തിന്റെ നിലപാട്. എന്നാൽ സിപിഐഎം സിപിഐ അനുഭാവികളെ സംരക്ഷിക്കുന്നതിനായി പഞ്ചായത്ത് ഭരണസമിതി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുന്നുവെന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത്. മാരാരിക്കുളം തെക്ക് മുൻ പഞ്ചായത്ത് അംഗവും വളവനാട് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയുമായ കെ.പി. സനിൽകുമാറിന്റെ പരാതിയിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാന്റെ നടപടി. പഞ്ചായത്തിലും പഞ്ചായത്തിന് കീഴിലെ സ്ഥാപനങ്ങളിലും കഴിഞ്ഞ 10 വർഷത്തിലേറെയായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന 48 ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും പകരം ആളുകളെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമിക്കണമെന്നുമായിരുന്നു ഉത്തരവ്. നിയമനങ്ങൾ നടത്താൻ 3 മാസത്തെ സാവകാശം നൽകിയിട്ടുണ്ടെങ്കിലും ഇതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. കാരണം എംപ്ലോയ്മെന്റിൽ നിന്നും ഇന്റർവ്യൂ നടത്തി എടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിൽ കാലതാമസമുണ്ടാകും. ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാനോട് അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് പുനഃപരിശോധിക്കാനുള്ള അപേക്ഷ ഞങ്ങൾ സമർപ്പിക്കുന്നത്. ദീർഘകാലങ്ങളായി ജോലി നോക്കുന്ന ആളുകളെ പിരിച്ചുവിട്ടാൽ ബഡ് സ്കൂൾ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കുമെന്നാണ് പഞ്ചായത്തിന്റെ നിലപാട്. ഈ സാഹചര്യത്തിൽ ഉത്തരവിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകാനാണ് ജീവനക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ സിപിഐഎം സിപിഐ അനുഭാവികളെ സംരക്ഷിക്കുന്നതിനായി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സ്വജനപക്ഷപാതവും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തുന്നതായാണ് പരാതിക്കാരന്റെ ആരോപണം. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റവരാണ്. ആ സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഈ താൽക്കാലികക്കാരെ. സ്വജനപക്ഷപാതമാണത്. കൂട്ടത്തിലുള്ളവർക്ക് ജോലി മേടിച്ചു കൊടുക്കുക, അവരെ സംരക്ഷിക്കുക, ആ നിലപാട് തെറ്റാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏപ്രിൽ 1-ന് പുതിയ ജീവനക്കാരെ നിയമിക്കണമെന്നാണ് ഉത്തരവിലുള്ളത്. പഞ്ചായത്ത് അധികൃതർ ഇതിന് തയ്യാറാകാത്ത പക്ഷം ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാനും പരാതിക്കാരനായ കെ.പി. സനിൽകുമാർ തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, ആലപ്പുഴ.